യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പക്ഷേ അവളുണ്ടോ കേൾക്കുന്നു? സ്കൂൾ പഠനകാലത്തെ അവളൊരു നിഷേധിയ. അവള് മാത്രമല്ല അവനും. രണ്ടിനെയും എനിക്കെതിരെയുള്ള ശത്രുക്കളാക്കി വളർത്തിക്കൊണ്ടുവന്നത് അയാളാ. അങ്ങനെ പറയാൻ പറ്റുമോ അമ്മേ? അവളെ നല്ല രീതിയിൽ വളർത്താൻ അമ്മ ശ്രമിച്ചില്ല എന്നല്ലേ അതിനർത്ഥം? അമ്മയുടെ സ്വപ്നം നിഷേധിക്കപ്പെട്ടതിലും ആഗ്രഹിക്കാത്തൊരു ജീവിതം അടിച്ചേൽപ്പിച്ചതിലുള്ള പ്രതിഷേധം അമ്മ മക്കളോടും കൂടിയാ തീർത്തത്. അതല്ലേ സത്യം? ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ അഹല്യയുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് ഒരു തരത്തിൽ അമ്മയും പങ്കാളിയാണ്. അഹല്യയുടെ അഭിജിത്തിന്റെയും ഇപ്പോഴത്തെ ജീവിതം മാറണം അമ്മേ. എനിക്ക് തോന്നുന്നത് അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നാ. നമ്മളെല്ലാവരും കണ്ണടച്ചിരുന്നുകൊണ്ട് ഇരുട്ടാവില്ലല്ലോ. അതിന് സൂര്യൻ അസ്തമിക്കുക തന്നെ വേണ്ടേ? നമ്മളായിട്ട് അവരുടെ ജീവിതത്തിൽ വെളിച്ചം കെടുത്തരുത്. നീ പറഞ്ഞത് ശരിയാ മോളെ. ആഗ്രഹിക്കാത്ത ജീവിതം അടിച്ചേൽപ്പിച്ചതിലും അങ്ങനെ കഴിയേണ്ടി വന്നതിലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒട്ടും മോഹിക്കാതെ എനിക്ക് കിട്ടിയ കുട്ടികളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെ ഞാൻ അതുകൊണ്ട് സ്നേഹിക്കാതിരുന്നിട്ടില്ല, നിയന്ത്രിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം അതിന് പോലും എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അവരുടെ കണ്ണിലെ പ്രധാന ശത്രു ഞാനായിട്ട് മാറുമായിരുന്നു. അങ്ങനെ മാറ്റിയെടുക്കുകയായിരുന്നു. അമ്മേ, അതുകൂടി നമുക്ക് മാറ്റിയെടുക്കണ്ടേ? എനിക്ക് വിശ്വാസം ഇല്ല മോളെ. ഇനി അവള് മാറില്ല. ദൈവത്തിന് പോലും അതിന് സാധിക്കാത്ത വിധത്തിലായി കഴിഞ്ഞു അവര്.